ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഏഞ്ചൽ സെറ്റിലേക്ക് സ്വാഗതം. ഇന്നിവിടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഹെൽത്തി ആയൊരു സ്വീറ്റ് പിസയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായി ഇവിടെ ഒരു 3 പീസ് ബ്രെഡ് സൈഡ് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 3 മുട്ട, ഒരു ചെറിയ ഏത്തപ്പഴം കഷ്ണങ്ങളാക്കിയത്, സ്വല്പം തേങ്ങ ചിരകിയത്, കാഷ്യൂനട്ട്, ഉണക്കമുന്തിരി, വെളുത്ത എള്ള്, ഏലക്കാപ്പൊടി, ഒരു നുള്ളുപ്പ്, ഒരു ടീസ്പൂൺ പഞ്ചസാര എന്നിവയാണ്. ഈ സാധനങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാവുന്നതാണ്. ഇതിൽ 1-2 സാധനങ്ങൾ ഇല്ല എന്ന് വെച്ച് ആരും തയ്യാറാക്കി നോക്കാതെ ഇരിക്കരുത്. ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനാദ്യമായി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എണ്ണയാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചിരകിയ തേങ്ങയും അവരവരുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന എള്ളൂടെ ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഈ ഒരു പരുവായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു മിക്സിയുടെ ജാർ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. കൂടെ തന്നെ മുട്ടയും പഞ്ചസാരയും ഉപ്പ് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു സ്വല്പം എണ്ണയോ നെയ്യോ ഒന്ന് തടവി കൊടുക്കാം. അതിലേക്ക് അരച്ച് വെച്ച മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. ഏറ്റവും ചെറിയ തീയിലായിരിക്കണം ഇത് ചെയ്യുന്നത്. നമ്മൾ പഞ്ചസാര ചേർത്തത് കൊണ്ട് അടിവശം കരിഞ്ഞതുപോലെ ആകാൻ ചാൻസ് ഉണ്ട്. അതിനാൽ ഇവിടെ 1 ടീസ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് സ്വല്പം വെളുത്ത എള്ളൂടി വിതറി കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, കൈവശം ഉള്ളത് കൊണ്ട് ഇട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിനെ ഒന്ന് മൂടി വെച്ച് ചെറിയ തീയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഏകദേശം ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ സ്വീറ്റ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായ സ്വീറ്റ് പിസ്സ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. ബൈ.